പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനധ്യാനം യെശയ്യാ പ്രവചനം 40 അധ്യായം 25 വാക്യം. നിങ്ങൾ എന്നെ ആരോട് സദൃശനാക്കും, ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ പലപ്പോഴും നാം നമ്മുടെ പരിമിതികൾക്കുള്ളിൽ ഒതുക്കുവാൻ നോക്കുന്നു. നമ്മുടെ പരിമിതമായ ദൃഷ്ടികൾക്കുള്ളിൽ ദൈവത്തെ നാം കാണുവാൻ ശ്രമിക്കുന്നു. എന്നാൽ അത്യുന്നതനായ ദൈവം രാവിലെ നമ്മോട് ചോദിക്കുന്നു, എന്നെ നിങ്ങൾ ആരോട് സദൃശ്യമാക്കും? മേലോട്ട് തല ഉയർത്തി നോക്കിയാൽ സംഖ്യാക്രമത്തിൽ ആകാശ നക്ഷത്ര സൈന്യങ്ങളെ പുറപ്പെടുവിക്കുന്നവൻ, അവയ്ക്കെല്ലാറ്റിനും പേർ ചൊല്ലി വിളിക്കുന്നവൻ. സകല നക്ഷത്രത്തിനും പേരുണ്ട് കേട്ടോ. ഈ പേരെല്ലാം നമ്മുടെ സർവശക്തനായ ദൈവം ഇട്ടിരിക്കുക. ഒരു നക്ഷത്രം അല്ലെങ്കിൽ 2 നക്ഷത്രത്തിന്റെ പേര് നാം അറിയുന്നു. സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിക്കുകയും അതിലൊന്നും കുറഞ്ഞു കാണാതെ വണ്ണം ഇരിക്കുകയും ചെയ്യുന്ന, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി. ഇത്ര മഹാനായ ദൈവത്തോട് നാം പറയുന്നു, എൻ്റെ വഴികൾ യഹോവയുടെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്നു. അല്ല, യഹോവ എനിക്ക് മറഞ്ഞിരിക്കുന്നു ദൈവം. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു നാളുമല്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ദൈവത്തെ കാണാതെ പോവുകയില്ല. യഥാർത്ഥമായി നിങ്ങൾ കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനാണോ? നിശ്ചയമായും ദൈവം നമ്മൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി കാണുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, വിശ്വാസം നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്നും വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തെ അവിശ്വസിച്ചു പോകുന്ന അനുഭവങ്ങൾ, ദൈവത്തിന് എൻ്റെ വഴികൾ മറഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ക്ഷീണിച്ചു പോകുകയില്ല. അവർ മടുത്തു പോകുകയില്ല. അവർ അതേ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ, കഴുകൻ എപ്രകാരം ചിറകടിച്ചുയർന്ന ഉന്നതങ്ങളിൽ പറക്കുന്നുവോ അപ്രകാരം നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം സർവശക്തൻ, വിശ്വസ്തനാ, ശക്തിമാന, അത്യുന്നതന്റെ ശക്തിയോട് സമനായവൻ ഒന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് രാവിലെ സമയം നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ആരോട് സമനാക്കും? നിങ്ങൾ എന്നെ എന്തിനോട് സദൃശ്യമാക്കും? അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യാതെ ദൈവസന്നിധിയിൽ കാത്തിരുന്നാൽ, ഈ ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിഞ്ഞാൽ, നിശ്ചയമായും ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് ഇന്ന് പകൽക്കാലം നടത്തപ്പെടും. ആകയാൽ ഈ യഹോവയെ കാത്തിരിക്കാൻ അല്പം പോലും പിന്നോട്ട് മാറേണ്ട. യഹോവയെ കാത്തിരുന്നാൽ ശക്തിയെ പുതുക്കാം. യഹോവയെ കാത്തിരുന്നാൽ ലജ്ജിച്ചു പോകുകയില്ല. അവൻ ഉന്നതനാണ് പ്രിയരെ. അവൻ സർവശക്തിയുള്ള ദൈവമാ. അവൻ മാത്രം ദൈവമാ. അവന് തുല്യനായവൻ ആരുമില്ല. അവൻ ദേവന്മാർക്ക് മീതെ ദേവനായ ദൈവമാ. അവൻ രാജാക്കന്മാർക്ക് മീതെ രാജാവായ ദൈവമാ. ആ വലിയവനായ ദൈവത്തെ ഇന്ന് രാവിലെ സമയം നിങ്ങൾ രുചിച്ചറിയുന്നുവോ? ആ ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ ദൈവം നിങ്ങൾക്കായി അതിശയ പ്രവൃത്തികളെ കാണിക്കും. രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.